ജെമിനി. ഇന്ന് സംസാരിക്കാൻ പോകുന്ന സബ്ജക്ട് എല്ലാവർക്കും അറിയുന്ന ഒരു സബ്ജക്ട്, പ്രത്യേകിച്ച് യാതൊരു ഇൻട്രഡക്ഷനോ സ്റ്റോറി ഒന്നും പറയേണ്ട കാര്യമില്ലാത്ത ഒരാളെ കുറിച്ചാണ്. എന്ന് വെച്ചാൽ കേരളം ഇന്ന് എല്ലാവരും അറിയുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ്, നമ്മുടെ രേണുസുതി. രേണുസുതിന് പറയേണ്ട കാര്യമില്ല. കൊല്ലം സുധിയുടെ വൈഫാണ്. കൊല്ലം സുധി മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് രേണുസുതി. ഇപ്പൊ രേണുസുതി എല്ലാ ദിവസവും ന്യൂസുകളിൽ നിറയും, വിവാദം ആയിട്ടുള്ള ന്യൂസുകളിൽ നിറയും. എന്ന് വെച്ചാൽ അവര് ആദ്യം തന്നെ അവരുടെ ഒരു മോശം നമ്മൾ പറയും, നമ്മളെ പൊതുവെ സോഷ്യൽ മീഡിയയിൽ കളിയാക്കുന്ന തരത്തിലുള്ള ഒരു ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ ആൽബം ഷൂട്ട് പുറത്തു വന്നു. അതിനുശേഷം പിന്നീട് അവർക്ക് ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ അതിലും വിവാദങ്ങൾ ഉണ്ടാക്കിയാലേ ശ്രദ്ധിക്കപ്പെടുള്ളൂ എന്നുള്ള അവസ്ഥയാണല്ലേ. അപ്പോൾ അങ്ങനത്തെ വീഡിയോകളാണ് അവരുടെ തുടർച്ചയായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കാറുള്ള. ആൽബങ്ങളാണെങ്കിലും ഫോട്ടോഷൂട്ട് ആണെങ്കിലും അല്ലെങ്കിൽ അതിനുവേണ്ടി ഷൂട്ടിങ്ങിന്റെ സൈറ്റുകളിലുള്ള വീഡിയോസ് ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഓൺലൈൻ ന്യൂസുകാരൊക്കെ എടുത്തിരുന്ന വീഡിയോസ് ആണെങ്കിലും അത്രയും ആളുകൾക്ക് വിമർശിക്കാൻ മാത്രം ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടേതായിട്ട് പുതുതായിട്ട് വന്നിട്ടുള്ള വീഡിയോസിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ കൊല്ലം സുധിയുടെ വൈഫ് രേണുസുതി ഇന്നലെ കൊല്ലം സുധിയുടെ ഓർമ്മ ദിവസമായിരുന്നു. എന്ന് വെച്ചാൽ സുധി മരിച്ചിട്ട് ഇന്നലെ 2 വർഷം തികയുന്ന ദിവസമായിരുന്നു. അപ്പൊ അതിന്റെ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം തന്നെ അവരതിന് വേണ്ടിയിട്ട് ആളുകളെ ക്ഷണിക്കുന്ന ഒരു വീഡിയോ, എന്ന് വെച്ചാൽ ഒരു ഷൂട്ടിംഗ് സൈറ്റിൽ വെച്ചിട്ട്, അവരുടെ എന്തോ ഒരു ആൽബത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് അവർ ഫ്രണ്ട്സിനോടൊക്കെ ചടങ്ങുണ്ട് വരണം എന്ന് പറയുന്ന ഒരു വീഡിയോ ആദ്യമായിട്ട് പുറത്തു വന്നിരുന്നു. അപ്പൊ ആ വീഡിയോ അപ്പം കിട്ടിയില്ല കുഴപ്പമില്ല. ചടങ്ങുണ്ട് സൂചിച്ചുണ്ട്. എന്നെ വന്നപ്പോ തന്നെ എന്നെ ഓൾറെഡി വിളിച്ചിട്ടുണ്ട്. പറയണ്ടായിരുന്നു, അപ്പൊ തികയത്തില്ല. കുഴപ്പമില്ല കേട്ടോ, വന്നില്ലേലും എനിക്കറിയാം തിരക്കാന്നറിയാം. ഈ കണ്ടിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോനെ കുറിച്ചാണ്. ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുമ്പോൾ വിചാരിക്കും ഏതോ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് അല്ലെങ്കിൽ കല്യാണത്തിന് അല്ലെങ്കിൽ എന്തോ ഒരു സന്തോഷമുള്ള ഫംഗ്ഷന് ഭയങ്കര ഹാപ്പി ആയിട്ട് വിളിക്കുന്ന ഒരു വീഡിയോ ആണെന്ന് ഇതിനെക്കുറിച്ച് ഇപ്പൊ എന്തിനാ വിളിക്കുന്നതെന്ന് പറയുന്നില്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നമുക്ക് തോന്നുള്ളൂ. അത്ര ഹാപ്പി ആയിട്ട് അവർ വിളിക്കുകയാണ്, എല്ലാവരും വരണം, അവിടെ വന്ന അപ്പം തികയില്ല, നിങ്ങൾ എല്ലാവരും കൂടെ വന്നാലും എന്നാലും എല്ലാവരും വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പിനെസ്സോട് കൂടെ വിളിക്കുന്നത്. അവര് ഒരു ബർത്ത്ഡേ പാർട്ടിക്കല്ല വിളിക്കുന്നത്, അവരെ ഹസ്ബൻഡ് മരിച്ചിട്ട് 2 വർഷം ആവുന്ന ഒരു ചടങ്ങിന് വേണ്ടിയിട്ടാണ് അവരെ വിളിക്കുന്നത്. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമുക്കതിൽ ഭയങ്കര കോമഡി. ഇപ്പൊ ആളുകൾ പറയും രേണുസുതിയെ കുറിച്ച് നമ്മൾക്ക് ഒരു നെഗറ്റീവും പറയാനുള്ള അവകാശം ഇല്ല എന്നുള്ള ഭാവത്തില് ഒരുപാട് പേര് രേണുസുതിനെ സപ്പോർട്ട് ചെയ്തിട്ട് കമന്റിലൊക്കെ രംഗത്ത് വരാറുണ്ട്. നമ്മൾ ആളുകൾ രേണുസുതിനെ കുറിച്ച് എന്താ സ്ത്രീ അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വന്നിട്ട് നമ്മളെ ആക്രമിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഉണ്ടാവാറുള്ളത്. കാരണം വിവാഹം കഴിച്ചു, ഭർത്താവ് മരിച്ചു, വിധവയായ ഒരു സ്ത്രീക്ക് പിന്നീട് സന്തോഷിക്കാൻ പാടില്ല, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇറങ്ങാൻ പാടില്ല, അവർക്ക് ചിരിച്ച ഫേസോടുകൂടെ മറ്റുള്ളവരുടെ മുന്നിൽ വരാൻ പാടില്ല, നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ നിയമം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ഒരുപാട് ആക്രമിക്കാറുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു അവസ്ഥയെക്കുറിച്ചല്ല പറയുന്നത്. അവരുടെ ജീവിതം അവിടെ തീർന്നു പോയിട്ടില്ല, അവർക്ക് പിന്നെ ആഘോഷിക്കാനും സന്തോഷിക്കാനും അവരുടെ ലൈഫ് നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവകാശം ഉണ്ടെന്ന് തന്നെയാണ് എനിക്കും അഭിപ്രായമുള്ളത്. പക്ഷെ ഈ രേണുസുതി എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് കാണിക്കുന്ന കാര്യങ്ങൾ അവര് ചോദിക്കും, ഞാൻ വീട്ടിലിരുന്നാൽ നിങ്ങൾ എനിക്ക് ചെലവിന് കൊണ്ടുതരുമോ ചോദിക്കും. അതിനുവേണ്ടി അവർക്ക് അഭിനയിക്കാൻ വേണ്ടി പോവാം, റീൽസ് അഭിനയിക്കാൻ പോവാം, ഫോട്ടോഷൂട്ടിന് പോവാം, അല്ലെങ്കിൽ ആൽബത്തിൽ അഭിനയിക്കാൻ പോവാം, സിനിമയിൽ അഭിനയിക്കാൻ പോവാം, ഷോർട്ട് ഫിലിമിൽ അങ്ങനെ ഉദ്ഘാടനങ്ങൾക്ക് പോവാം. അങ്ങനെ അവർക്ക് ജീവിക്കാനുള്ള മാർഗങ്ങൾ അവർ കണ്ടെത്താം. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ വെറുതെ സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്ക്, ഇപ്പൊ ഇതിന്റെ ഇടയിൽ വിവാദമായ ഒരു വീഡിയോ ആണ്, അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, പ്രതീഷ് പറഞ്ഞ വ്യക്തിക്ക് അവര് ഭക്ഷണം വാരി കൊടുക്കുന്നു. അതവര് വരുമാനത്തിന് വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ ആളുകള് ആ ഷൂട്ട് കഴിഞ്ഞിട്ട് അവർക്ക് ആ കാണിച്ച കാര്യങ്ങൾക്ക് പൈസ കൊടുക്കുന്നത് കൊണ്ടല്ല അവരത് ചെയ്യുന്നത്. അവര് വെറുതെ വന്നിട്ട് അങ്ങനെ ചെയ്യാണ്. എന്ന് വെച്ചാൽ ആളുകൾ നെഗറ്റീവ് പറയുന്ന അവർക്ക് അറിയാച്ചാലും ആ നെഗറ്റീവ് വരെ ഒരു പബ്ലിസിറ്റി ആക്കി മാറ്റാനുള്ള ഒരു താല്പര്യം അവർക്ക് ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകുന്നതിന് തെറ്റു പറയാൻ പറ്റില്ല. അവര് ആ പ്രതീഷ് പറയുന്ന വ്യക്തിക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നു, എന്നിട്ട് ആളുകൾ ഇത് കുറ്റം പറയുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവന്റെ ഭാര്യയ്ക്ക് പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താന്ന് പറയുന്നു, എന്നിട്ട് ഭാര്യയെ വീഡിയോ കോൾ ചെയ്യുന്നു, എന്നിട്ട് പ്രതീഷിന്റെ ഭാര്യയുടെ സാന്നിധ്യത്തിൽ ഞാൻ ഇവന് ഭക്ഷണം വാരി കൊടുക്കുന്നതിന് നിനക്ക് പ്രശ്നമുണ്ടോ? അപ്പൊ ആ കുട്ടിയോടെന്ന് പറഞ്ഞേ എനിക്കൊരു പ്രശ്നമില്ല. അപ്പൊ ഭാര്യനെ കാണിച്ചുകൊണ്ട് ഭക്ഷണം വാരി കൊടുക്കുന്നു. അങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ഒരു ലെവലിലേക്ക് അവര് മാറുകയാണ്. അപ്പൊ അവരതിന്റെ ഇടയിൽ ഇന്നലെ സുധിയുടെ ഓർമ്മ ദിവസമാണ്, അതിന്റെ തലേ ദിവസം വന്നിട്ടുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് എടുത്തു നോക്കിയാൽ അവര് ഈ ഓർമ്മ ദിവസത്തിന് വേണ്ടി ആളുകളെ വിളിക്കുന്ന വീഡിയോ ഭയങ്കര ഹാപ്പിനെസ്സോടുകൂടെ എന്തോ ഒരു ചടങ്ങിന്, ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ പാർട്ടിക്കോ വിളിക്കുന്ന പോലെ അവർ വിളിക്കുന്ന വീഡിയോ വൈറലാവുന്നു. അതേപോലെ അവരുടെ ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് വൈറലാവുന്നു. അവർ ജൂഹി ചൗളയായിട്ട് മോഹൻലാലും മമ്മൂട്ടിയായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ആളുകൾ നിന്നിട്ടുള്ള ഒരു ഷൂട്ട് വൈറലാവുന്നു. അങ്ങനെ അവരവര് ആഘോഷിക്കുകയാണ്. സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വെച്ചിട്ട് അവര് ആഘോഷിക്കുന്ന പോലെയാണ്. നമുക്ക് അവർ ശ്രദ്ധ നേടാൻ പറ്റുന്ന പോലെ ശ്രമിക്കുന്ന പോലെ അങ്ങനെ തോന്നിപ്പോകുന്നതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റുന്ന
തോന്നുന്നില്ല. കുറ്റം പറയുന്ന ആളുകളെ തെറ്റ് പറയാൻ പറ്റും തോന്നുന്നില്ല. അവർ ലൈഫാണ്, അവർ ജീവിക്കേണ്ടതാണ്. പക്ഷെ അവർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞു അവര് ഇന്നലെ ചടങ്ങായിരുന്നു, സുധി മരിച്ചതിന്റെ ചടങ്ങുകളുണ്ടായിരുന്നു, മരിച്ച ഓർമ്മ ദിവസത്തിന്റെ ചടങ്ങുകളുണ്ടായിരുന്നു. അപ്പൊ സുധിയെ അവര് രേണുവിന്റെ വിശ്വാസപ്രകാരം പള്ളിയിലാണ് അടക്കിയിട്ടുള്ളത്. അപ്പൊ ചടങ്ങൊക്കെ പള്ളിയിലായിരുന്നു, പള്ളിയിൽ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരതിൽ കരയുന്നതായിട്ട് ഉണ്ട്, അവരതിൽ വിഷമിക്കുന്നുണ്ട്, അവർക്ക് വിഷമം ഉണ്ടായിരിക്കാം. പക്ഷെ ഒരു വ്യക്തി, നമ്മള് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി മരിച്ചു പോയി കഴിഞ്ഞാൽ 1 വർഷം തികയുന്നത് നമുക്കൊരു വലിയ ട്രോമ ഉണ്ടായ സംഭവമാണത് അല്ലേ. അപ്പൊ നമ്മൾ ആ 1 വർഷം തികയുന്ന ദിവസം ചിലപ്പോൾ നമ്മൾ ആ ഡേറ്റ് ഓർത്ത് വെച്ചിട്ടോ നോക്കിയിട്ടോ ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ എനിക്ക് പലപ്പോഴും പല കാര്യങ്ങളിലും ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്, നമുക്കൊരു വർഷം മുൻപ് സംഭവിച്ച ഒരു വലിയ ട്രോമ, ഒരു വിഷമം ഉണ്ടായ അവസ്ഥ, നമ്മൾ ഏകദേശം അത് 1 വർഷം തികയുന്ന ആ ഡേറ്റ് അടുത്ത് വരുന്ന ആ ദിവസങ്ങളിൽ നമുക്ക് വളരെ ഉള്ളിൽ ഭയങ്കര വിഷമം. ശരിക്കും നമുക്ക് ആ സംഭവം നടന്ന ദിവസമാണ് എന്നൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കില്ല. പക്ഷെ നമ്മൾ ഉള്ളെന്തോ ഭാരം പോലെ നമുക്കത് ഫീൽ ചെയ്യും. നമ്മൾ അറിയാതെ തന്നെ അത് ആ ദിവസമാണ് എന്നുള്ള ഓർമ്മ നമുക്ക് വരും. അത്രയും നമുക്ക് അതിന്റെ ഒരു ഉള്ളിൽ നമ്മുടെ തലച്ചോറിൽ എവിടെയോ അത് ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ടെലിപ്പതി ആയിരിക്കാം, അങ്ങനെ ഉണ്ടായിരിക്കും. പക്ഷെ ഈ സുധി മരിച്ചിട്ട് ഇപ്പൊ 2 വർഷം ആവുന്നേ ഉള്ളൂ. അവരെന്ന് പറഞ്ഞാൽ വളരെ സ്നേഹമുള്ള ദമ്പതികളായിരുന്നു എന്നറിയാം. സുധി മരിച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ അത്രയും ആ ഒരു ട്രോമയിലൂടെ കടന്നുപോയ വ്യക്തിയായിരിക്കാം. അങ്ങനെ വരുന്ന ഒരു ഓർമ്മ ദിവസം അവര് ആ ട്രോമയിലല്ല നിൽക്കുന്നത്, അവരത് ആഘോഷമാക്കിയ പോലെ നമുക്ക് ഫീൽ ചെയ്യാണ്. അപ്പോൾ അത് കഴിഞ്ഞു പോയി, ചടങ്ങൊക്കെ കഴിഞ്ഞു. അവരുടെ വീട്ടിൽ എല്ലാവർക്കും വേണ്ടി ഒരു ഭക്ഷണം കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി അവർ കുറേ പേര് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് പരിചയമുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാൽ അവർ ജോലി ചെയ്യുന്ന ഫീൽഡിലുള്ള ആളുകളായിരിക്കും കൂടുതൽ അല്ലേ. അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ആളുകൾ ആ ചടങ്ങിൽ വന്നു. അതിൽ വന്ന ആളുകളിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് അലൻ ജോസ് പെരേര എന്ന് പറഞ്ഞത്. അലൻ ജോസ് പെരേര നമ്മൾ അറിയും, വളരെ സോഷ്യൽ മീഡിയയിൽ വളരെ കോമാളിയെ പോലെ വന്നിട്ടുള്ള ഒരാളാണ്. പുള്ളി ഇപ്പോൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കുകയാണെങ്കിൽ നമ്മളെ കല്യാണം പോലുള്ള ഫംഗ്ഷനിൽ വന്നിട്ട് പുള്ളി ഡാൻസ് ഒക്കെ കളിച്ച് ഹാപ്പി ആയിട്ട് പോവും. നമ്മൾ കാശ് കൊടുത്താൽ മതി അതിന് വേണ്ടിയിട്ട്. അതേ ഒരു പരിപാടി കാശ് കൊടുത്ത് ചെയ്തു എന്നല്ല പറയുന്നത്, പക്ഷെ അതേപോലത്തെ ഒരു പരിപാടി ഈ ചടങ്ങിന് വന്നിട്ട് ഈ അലിൻ ജോസ് പെരേര ചെയ്തു. എന്ന് വെച്ചാൽ സുധിയുടെ ഓർമ്മ ദിവസം സുധിയുടെ വീട്ടിൽ വന്നിട്ട്, സുധിയുടെ പേരിൽ ഇവർക്ക് വീടില്ല എന്നുള്ള വിഷമത്തിൽ ആളുകൾ സ്പോൺസർ ചെയ്ത് വെച്ചു കൊടുത്ത വീടാണ് ഈ സുധില എന്ന് പറയുന്നത്. ആ വീട്ടിൽ വന്നിട്ട് ഈ അലിൻ ജോസ് പെരേര ഡാൻസ് കളിച്ചു. എന്തിന്? ഒരു ചരമവാർഷികത്തിന്, ബർത്ത്ഡേ പാർട്ടിക്കല്ല, കല്യാണത്തിനല്ല, ഹൽദി ഫംഗ്ഷനല്ല, സംഗീത് ഫംഗ്ഷനല്ല, ഒരു ചരമവാർഷികത്തിന് വന്നിട്ട് ഡാൻസ് കളിച്ചു. നമ്മൾ കണ്ടിട്ട് അന്തം വിടുന്നതിനോ നമ്മൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിനോ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? അവിടെ വന്നിട്ട് പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ട് ഡാൻസ് കളിക്കുന്നു. ആളുകൾ ചുറ്റും കൂടി നിന്നിട്ട്, രേണുസുധി അടക്കമുള്ള ആളുകൾ ചുറ്റും കൂടി നിന്നിട്ട് കൈകൊട്ടി അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ ഡാൻസ് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൈകൊട്ടി അദ്ദേഹത്തിനെ അഭിനന്ദിക്കുന്നു. രേണുസുധി കൈ കൊടുത്തിട്ട് ഈ സുധിലയത്തിൽ വന്നിട്ട് ഡാൻസ് കളിച്ചതിന് നന്ദി എന്ന് പറയുന്നു. ചരമവാർഷികം നമ്മൾ ഡാൻസ് കളിച്ചും ഗാനമേള നടത്തിയാണ് കേട്ടോ ആഘോഷിക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആളുകൾ കുറ്റം പറയുന്നതിന് അതിന്റെ അടിയിൽ വന്നിട്ട് ആ സ്ത്രീ പാവമല്ലേ, ആ സ്ത്രീ എന്തിനാ ഉപദ്രവിക്കുന്നത്, ആ സ്ത്രീ ജീവിച്ചോട്ടെ എന്ന് എല്ലാവരും പോലെ ഞാനും പറയുന്നു. ആ സ്ത്രീ സന്തോഷമായിട്ട് അവരുടെ ലൈഫ് ജീവിക്കേണ്ട സ്ത്രീ തന്നെയാണ്. പക്ഷെ അവർ വന്ന് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളോ അവർ തരുന്ന മെസ്സേജോ എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആളുകൾ അത് എങ്ങനെയാണ് കാണുന്നത് അത് എനിക്കറിയില്ല. അതിലെ ശരി എന്താ തെറ്റെന്താന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ, കാരണം ഇതിന് എന്തെങ്കിലും ഒരു വിമർശനം പറയുകയാണെങ്കിൽ അതിന്റെ അടിയിൽ വന്നിട്ട് ഒരുപാട് നമ്മളെ വഴക്ക് പറയുന്ന, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയാണെങ്കിലും നമ്മളെ സമൂഹത്തിൽ ഒരു പെരുമാറ്റച്ചട്ടം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ കാലങ്ങൾ കൊണ്ട് ഒരു ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു പെരുമാറ്റച്ചട്ടം ഉണ്ട്. ഇപ്പൊ ഒരു വ്യക്തി ഒരു വീട്ടിൽ മരിച്ചു പോകുമ്പോൾ നമ്മൾ 15 ദിവസം ആരും കാണാതെ വീടിനുള്ളിരിക്കുന്നു, അല്ലെങ്കിൽ തലയിൽ മുണ്ടിട്ടിരിക്കുന്നു. അതിന്റെ രീതിയിൽ നമ്മൾക്ക് വിഷമമുണ്ടെന്ന് ആളുകളെ അറിയിക്കുന്നു. വിഷമമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അതൊരു രീതിയാണ്. അതിപ്പോ അതുപോലെ തുടരണം എന്നല്ല പറയുന്നത്. പക്ഷേ കാണുന്ന ആളുകൾ പരിഹസിക്കുന്ന വിധത്തിൽ അത് മാറിപ്പോകരുതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇപ്പൊ ഇന്നലെ അത് കഴിഞ്ഞിട്ട് ഡാൻസ് കഴിയുന്നു, അഭിനന്ദിക്കുന്നു, ഗാനമേള പോലെ അവിടെ പരിപാടി നടത്തുന്നു. എന്താണ് അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സമൂഹത്തെ നമ്മൾ കുറച്ചെങ്കിലും പേടിച്ചിട്ട് ജീവിക്കുക. സമൂഹം നമുക്ക് ചെലവിന് തരുമോ ഇല്ലേ, അങ്ങനെയൊന്നും അല്ലാതെ നമുക്ക് സാമാന്യ മര്യാദ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു വിവേചന ബുദ്ധി, വിവേകം, ഇതൊക്കെ ആളുകൾക്ക് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു മരണത്തെ വരെ ഇങ്ങനെ ആഘോഷിക്കുമ്പോണ്ടല്ലോ നമ്മളെ ലൈഫ് വളരെ നമ്മളൊരു അധപതിച്ചു പോകുന്ന ലെവലിലേക്കാണ്. ആ മനുഷ്യൻ മരിച്ചുപോയി, ആ മനുഷ്യന് ഈ പെൺകുട്ടി രേണു സന്തോഷമായിട്ടിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കാം, അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു ആയിരിക്കാം, അല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മരണ ദിവസം വരെ ഇങ്ങനെ ഡാൻസും പാട്ടും വെച്ചിട്ട് ആഘോഷിക്കുന്നത് എത്രമാത്രം ശരിയാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുമ്പോൾ ശരിയോ തെറ്റോ എനിക്കറിയില്ല. എന്തായാലും ആ ദിവസം സുധിയുടെ മൂത്ത മകൻ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യയിലുള്ള മകൻ കിച്ചു, ഇവരുടെ കൂടെ, രേണുവിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. കിച്ചു സുധീന്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ സുധിയുടെ വീട്ടുകാരുടെ വിശ്വാസ
വിശ്വാസപ്രകാരമുള്ള ചടങ്ങുകൾ ഉണ്ടായിരുന്നു, ഹിന്ദു വിശ്വാസപ്രകാരമുള്ള ചടങ്ങുകൾ ഉണ്ടായിരുന്നു. അവിടെ അവർ വളരെ മാന്യമായിട്ട് സുധിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പ്രാർത്ഥിച്ചും കരഞ്ഞും ഒക്കെ. എത്രയായാലും ഒരു മകൻ മരിച്ചുപോയ ദുഃഖം ഏറ്റവും കൂടുതൽ ലോകത്തുണ്ടാവുന്നത് അദ്ദേഹത്തിന്റെ അമ്മയ്ക്കായിരിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ അമ്മയൊക്കെ പങ്കെടുത്ത ചടങ്ങുണ്ടായിരുന്നു. അവരത് വളരെ മാന്യമായിട്ട് നടത്തി. അത് കഴിഞ്ഞിട്ട് രേണു ഈ കിച്ചുവിനെ വീഡിയോ കോൾ ചെയ്തിട്ട് നമുക്കൊക്കെ കാണിച്ചു തരും ചെയ്തു. അവിടെ കിച്ചു ചടങ്ങുകൾ നടത്തിയെന്ന് കാണിച്ചു തരും ചെയ്തു. അപ്പോൾ ഇതൊക്കെ ശരി ഏത് തെറ്റ് ചെയ്ത് അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമായിരിക്കും. എന്നാലും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ അറിയാതെ നമ്മുടെ നാവ് ചൊറിഞ്ഞു പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിപ്പോ ഇന്ന് അവസാനിക്കുന്ന കാര്യമല്ല. നാളെ ഇതിന്റെ എക്സ്പ്ലനേഷൻ രേണുവിന്റെ വക വരും, അടുത്ത ഇന്റർവ്യൂ വരും. ഈ ആഴ്ച 4-5 ഇന്റർവ്യൂവിനുള്ള സ്കോപ്പ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഉടനെ വരുന്നതായിരിക്കും. നമുക്ക് ഇതൊക്കെ കണ്ട് ഇങ്ങനെ രസിച്ച് റിയാക്ട് ചെയ്ത് ഇരിക്കാന്നുള്ളതല്ലാതെ ഇതിലൊന്നും പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ആരുടെ ദുഃഖമാണ്, എന്ത് ദുഃഖാണെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. നമുക്കാണോ ദുഃഖം, രേണുവിനാണോ ദുഃഖം, ഇത് കാണുന്നവർ എന്തോ എനിക്കറിയില്ല. ഇതെന്തായാലും ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി. കാരണം ഒരു ചരമവാർഷികത്തിന് ഗാനമേള നടത്തുന്നതൊക്കെ നമ്മളെ ലൈഫിൽ ആദ്യമായിട്ട് കാണായിരിക്കും. ആരും അങ്ങനെ ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും പരസ്യമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് എന്തായാലും തോന്നുന്നില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഇതുപോലെ കമന്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. വേണമെങ്കിൽ രേണുവിന്റെ സപ്പോർട്ടേഴ്സിനും അതിന്റെ തെറി വിളിക്കാവുന്നതുമാണ്. എന്തായാലും എല്ലാത്തിനും സന്തോഷം.